മിൽക്കി മിസ്റ്റ് മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ നമ്മൾ കുറേ ദിവസമായിട്ട് ചിക്കൻ്റെ വിഭവം തയ്യാറാക്കിയിട്ട്, ചിക്കൻ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. അതായത് നോൺ വെജ് കഴിക്കുന്നവർക്ക് പ്രധാനമായിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ചിക്കനാണ്. പിന്നെ മട്ടൺ, ബീഫ് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും ബീഫ് കഴിക്കില്ലല്ലോ. അതുപോലെ തന്നെ മട്ടൺ. പക്ഷേ ചിക്കൻ ജനറലി പറഞ്ഞാൽ കുറച്ച് കോമൺ ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൊതു സംഭവമാണ്. അപ്പോൾ കോഴിയുടെ വില ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതെല്ലാം സീസണലാണ്. പിന്നെ ചൂട് സമയത്ത് കോഴി ഭയങ്കര ചൂടാണ്, എങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. പക്ഷേ മട്ടണൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മളിന്ന് ഈ ആമുഖമൊക്കെ പറഞ്ഞത് എന്തിനാണ്, ഒരു കോഴിക്കറി ഉണ്ടാക്കാൻ. കോഴിക്കറിയല്ല, ഇതൊരു ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. ഭയങ്കര ഡ്രൈ ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഒരു മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫ്രൈ. ഓക്കെ, അപ്പോൾ ചിക്കൻ മസാല ഫ്രൈ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മസാല ഫ്രൈ ചേരുവകൾ: ചിക്കൻ 1.5 കിലോ സൈസിലെ ഒരെണ്ണം 30 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിരിയൻ മുളകിൻ്റെ പൊടി 1.25 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: സവാള 2 വലുത് അല്ലെങ്കിൽ 3 ഇടത്തരം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 വലുത് കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1/2 കപ്പ്, കറിവേപ്പില ആവശ്യാനുസരണം, ഉപ്പ് ആവശ്യത്തിന്, പട്ട 1 കഷ്ണം, ഗ്രാമ്പൂ 6 മുതൽ 7 വരെ, ഏലക്ക 6 7, തക്കോലം 1 എണ്ണം, ബേ ലീഫ് 2 എണ്ണം. ഇനി മസാല പൗഡറിന് വേണ്ട ചേരുവകൾ: മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, ഈസ്റ്റേൺ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഫ്രൈ തയ്യാറാക്കി തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്നു. പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് പാത്രത്തിലേക്ക് ആദ്യം നമ്മളിതൊരു 1.5 കിലോയുടെ ചിക്കൻ്റെ പീസസ് ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചു, ഒരു 30 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ വേവിക്കാൻ പോവുകയാണ് ചിക്കൻ്റെ പീസസ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. മുളക് പൊടി ഒരു 1.25, അതായത് ഒരു ഹീപ്ഡ് ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ, അത്രയും കൂടി. 1.25 മുതൽ 1.5 വരെ ആകാം, എരിവിനനുസരിച്ച്. കാര്യം ഇനി എരിവ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരല്പം, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, എങ്കിലും ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തു. ഇനി നമ്മൾ പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് വേഗട്ടെ. വെന്ത് കുറച്ച് ചാറൊക്കെ ഏതാണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റുന്നവരെ വെന്തോട്ടെ. ഈ സമയം നമ്മൾ വേറൊരു കാര്യം ചെയ്യും. അതായത് 3 കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. ഇത്രയും കാര്യങ്ങൾ. ഇതിനോടൊപ്പം ഇത് 3 പൊടിക്കണം. ഈ പൊടിക്കുന്നതിൻ്റെ കൂടെ ഈസ്റ്റേണിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഈസ്റ്റേൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ചിക്കൻ മസാല പൗഡർ, റെഡിമെയ്ഡ് പൗഡറാണ്, അതും ഇതിനകത്ത് അത് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ്. അതുപോലെ കുരുമുളക്, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ നിറച്ച്, 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർക്കും. ഇനി ഇതിനകത്തേക്ക് ഇതെല്ലാം പൊടിക്കാനുള്ളതാണ്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡർ എടുക്കാം. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ദേ നോക്കി ചിക്കൻ്റെ പീസസ് എല്ലാം പാകത്തിന് വെന്തു. കുറച്ച് ചാറും ബാക്കിയുണ്ട്, കുഴപ്പമില്ല. ഈ ചാറ് ഓക്കെ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ അടുപ്പിൽ നമുക്ക് മറ്റൊരു ചീനച്ചട്ടി വയ്ക്കാം. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ, നല്ല മണമുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി ആവശ്യത്തിന് ഒഴിച്ച് തന്നെ ഇതുണ്ടാക്കണം, എന്നാലേ ആ ഒരു സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ. എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഹോൾ സ്പൈസസ്, അതായത് ബേ ലീഫ് ഒരു 1-2 വലിപ്പത്തിനനുസരിച്ചിട്ട് എടുത്ത് വയ്ക്കുക. പച്ചമുളക് ഞാനൊരു 2 എണ്ണം വലുതായിരുന്നു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇത് നീളത്തിന് അരിഞ്ഞേക്കുന്നത്. വെളുത്തുള്ളി ഒരു 5-6 എടുത്തു, ഏകദേശം 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇഞ്ചി അതുപോലെ 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും അരിഞ്ഞത്. പിന്നെ വേറെ ഹോൾ സ്പൈസസ്, പട്ട, പിന്നെന്താ, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇത്രയും കാര്യം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഹോൾ സ്പൈസിൽ പട്ടയും, ഓക്കെ, ഒരു കഷ്ണമാണെങ്കിൽ അതിന് കുറേ ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതിൻ്റെ കൂടെ ബേ ലീഫ്. ഇനി നമുക്കിതിലേക്ക് തക്കോലത്തിൻ്റെ ഒരു പീസ് ഇടാം. പിന്നെ ഏലക്ക ഒരു 6 എണ്ണം, ഗ്രാമ്പൂ ഒരു 7-8 എണ്ണം ഇടാം. 5-6 വെച്ചിട്ട് ഇട്ടോളൂ, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊരു മണം വരും. ഓക്കെ, ആ ഒരു മണം വന്നിട്ട് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പോൾ ഒരു മണം എന്ന് പറഞ്ഞാൽ ആഹാ, നല്ല വെളിച്ചെണ്ണയുടെ സുഗന്ധം. അതിപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ധാരാളം ഉള്ളതാണ്. അതായത് മായം കലർന്നത് തന്നെയാണ്, നല്ല മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വെളിച്ചെണ്ണയാണ് നമ്മൾ അടുപ്പിലേക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇടുമ്പോൾ പതഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പതയൊന്നും വരാണ്ടിരുന്നാൽ തന്നെ മനസ്സിലാവും അത് പ്യുവറാണ്. ഇത് നല്ല പ്യുവർ വെളിച്ചെണ്ണ, നല്ല മണം. മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് ഇടുമ്പോൾ ഒരു ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും, വെളുത്തുള്ളി, ഇതെല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 6-7 വലിയ അല്ലി ചൈന വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 എണ്ണം, ഇഞ്ചി ആണെങ്കിൽ 2 സ്ക്വയർ പീസസ്. ഞാനിപ്പോൾ നീളത്തിലായിരുന്നു, നിങ്ങൾക്കിത് ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളി, ഇത് 2 വലിയ സവാളയായിരുന്നു. മീഡിയം സവാള ആണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇതൊക്കെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഹാഫ് സ്ലൈസസ് അല്ല, അല്ലാണ്ട് ചോപ്പ് ചെയ്തത്. ഫൈനലി ചോപ്ഡ് എന്ന് പറയാം, അത്ര പക്ഷേ ഭയങ്കര ഫൈനല്ല എന്ന് മാത്രം. ചെറുതായിട്ട് വാടി തുടങ്ങുന്നു. എല്ലാം കൂടി കിടന്നൊരു മണം വന്നു തുടങ്ങി. ഇനി ഉള്ളി കൂടി ചേർക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിരുന്നു, അതുകൊണ്ട് ഇനി ഇതിൽ ഉപ്പ് ഇടണ്ട ഇപ്പോൾ. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഇപ്പോൾ ഉള്ളിയിൽ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് തുടങ്ങട്ടെ, കളറൊക്കെ മാറി ചെറിയ ഗോൾഡൻ ആകാൻ തുടങ്ങുന്നൊരു പാകം. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ നേരത്തെ മസാല പൗഡർ, ഇതൊരു മസാല ഫ്രൈ ആണ്, അതിന് വേണ്ട മസാല ഞാൻ ഓൾറെഡി പൊടിച്ചെടുത്ത് കഴിഞ്ഞു, കണ്ടല്ലോ. അതായത് ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചേർത്തത് മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നിറച്ച് മുഴുവൻ കുരുമുളകും, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടിയാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല മണം, അതും നല്ല മണം, എല്ലാം നല്ല മണമാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് റെഡിയായി വരട്ടെ. അതുവരെ ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നോക്കിയേ, ഉള്ളിയുടെയൊക്കെ നിറം എല്ലാം മാറിക്കഴിഞ്ഞു, ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ്, ഇതിപ്പോൾ കുറച്ച് ചാറുണ്ടായിരുന്നല്ലോ, ആ ചാറോട് കൂടി ഇതിലേക്ക് ഇട്ടു. അങ്ങനെ ഒരുപാട് ചാറൊന്നുമില്ല. ഇനി എല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് റെഡിയായി വരട്ടെ. ഇതൊരു മസാല ഫ്രൈ ആണ്, അതനുസരിച്ചിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, ലാവിഷ്. കുറച്ച് കുട്ടിക്കറിവേപ്പിലയാണ്. അപ്പോൾ ആ ഉള്ളി എല്ലാം കിടന്ന് വഴണ്ട എണ്ണയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റായി. ഇനിയാണ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല പൗഡർ. എന്താ വേണം ഇതിൽ നമ്മൾ അറിയാമല്ലോ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു,
നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണുണ്ട്, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളകും, ഈസ്റ്റേൺ ചിക്കൻ മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ എല്ലാം കൂടിയാണ് പൊടിച്ചിരിക്കുന്നത്. ഇനി ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ട് പൊടിഞ്ഞ് വന്നപ്പോൾ. ഓക്കെ, ഇളക്കി വിടാം. ഓ എന്താ മണം, പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് കേട്ടോ ഇതിടുമ്പോൾ. ഓ രക്ഷയില്ലാത്ത മണം. ഓൾമോസ്റ്റ് 5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. സൂപ്പർ. എനിക്ക് പറയാനേ പറ്റുള്ളൂ, നിങ്ങൾക്കിത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു മണം എന്താണെന്ന്. ഇതിനോടൊപ്പം ഇത് ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ട് എങ്കിലും ഒരല്പം ഫ്രഷായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി എക്സ്ട്രാ ഒഴിക്കുകയാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മണം, നല്ല മണം. ഇനി വീണ്ടും കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മുരിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലും ചേർക്കാം. എന്തായാലും പിടിക്കാനുള്ള ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ളിലേക്കൊക്കെ പീസസിനകത്ത് പറ്റിക്കഴിഞ്ഞു. ഇനി എക്സ്ട്രാ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഇനി ചേർക്കാം. എൻ്റെ മുഖത്തൊരു വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കും. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടും. ശരി, അത്ര പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ട്രൈഡ് ഔട്ട് റെസിപ്പിയാണ്, ഞാൻ ഉണ്ടാക്കി നോക്കി. അത് അത്രയും നല്ലതാണ് എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം മാത്രമാണ് ഞാൻ മാജിക് അവനിൽ വരുമ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, മനസ്സിലായില്ല. ആദ്യം ഞാൻ എന്താ ചെയ്തത്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ചിക്കനെ വേവിച്ചു മാറ്റി. അത്രേ ഉള്ളൂ. അല്പം ചാറ് ബാക്കിയുള്ളപ്പോൾ തീ അണച്ചിട്ടു. പിന്നെ രണ്ടാമത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പൊടി ഉണ്ടാക്കിയതാണ്, മസാല പൗഡർ. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജീരകവും കുരുമുളകും പിന്നെ മല്ലിയെല്ലാം ചേർത്ത് അതും ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് അതും റെഡി. അത്രേ ഉള്ളൂ പരിപാടി. അത് വറുത്തൊന്നുമല്ല, നമ്മൾ അല്ലാണ്ട് റോ ആയിട്ട് തന്നെ വറുത്ത് പൊടിച്ചല്ല, അല്ലാണ്ട് ഒരു തരിതരിപ്പായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, അത്ര ഹോൾ സ്പൈസസ്, സിമ്പിൾ. ഇനി എത്ര നമുക്ക് മൂപ്പിച്ചെടുക്കണം അതനുസരിച്ച് മൂപ്പിച്ചോളൂ, ഏത് പാകത്തിന് വേണം അതുപോലെ. ദേ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ പോലെയൊക്കെ ആയി വരുന്നു. ഇത്രയും മതിയാകും. ഇനി ഇതിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ആകും. മല്ലിയിലയും കൂടി ലാസ്റ്റ്, മല്ലിയിലയും പുതിനയിലയൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടുകയും ചെയ്യാം. നല്ല എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഫ്രൈയുടെ റെഡി ഓൾമോസ്റ്റ്. ചിക്കൻ മസാല ഫ്രൈ റെഡി. തീ ഓഫ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു പാകം. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു, മസാലയൊക്കെ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു. നോക്കൂ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. ആഹാ, രക്ഷയില്ലാത്ത മണം. ഓക്കെ, വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വിളമ്പ് പാത്രം റെഡി. ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും വിളമ്പാം. പക്ഷേ വൈറ്റിൽ വിളമ്പുമ്പോൾ ഒരു കോൺട്രാസ്റ്റിൽ നിങ്ങൾക്ക് ആ കളറൊക്കെ കാണാൻ പറ്റും. യെസ്, വാവ്, നല്ല ചൂട് ചിക്കൻ മസാല ഫ്രൈ. ഞാനൊരു പരന്ന പാത്രം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനി ചിക്കനെ കുറച്ചുകൂടെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടി വേറെ ലെവലായിരിക്കും. സത്യം പറയുകയാണ്, ഇവിടെ ഈ ഒരു കിച്ചണിൽ കംപ്ലീറ്റ് ഈ ഒരു ചിക്കൻ മസാല ഫ്രൈയുടെ മണമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സ്വാദിൻ്റെ മണം. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നൊരു മണം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചിക്കൻ മസാല ഫ്രൈയെക്കുറിച്ച് ഞാൻ ഒരുപാട് വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട്
അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എന്നാലും ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എന്തിൻ്റെ കൂടെയും കഴിക്കാം. എങ്കിലും എനിക്ക് തോന്നിയത് ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണല്ലോ പൊറോട്ട ഈസ് ഗുഡ്. ചപ്പാത്തിക്ക് നല്ലതായിരിക്കും, പിന്നെ എന്താ പറയുക, അപ്പത്തിന് നല്ലതായിരിക്കും, പത്തിരി, ഉറട്ടി, പിന്നെ നല്ല ചൂട് ചോറ്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എക്സലൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ചിക്കൻ മസാല ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടിലൂടെ കാണാം.